ഗുഡ് മോർണിംഗ്. വോളിമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ആസിഡ് ബേസ് ടൈട്രേഷൻസ്, റിഡോക്സ് ടൈട്രേഷൻസ് ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ തന്നെ അസിഡിമെട്രി, ആൽക്കലിമെട്രി, പെർമാംഗനോമെട്രി, ഡൈക്രോമെട്രി, അയോഡോമെട്രി, അയോഡിമെട്രി ഇത്രയും മെത്തേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വോളിമെട്രിക് അനാലിസിസിന്റെ അവസാന ഭാഗം ആണ് നമ്മൾ പറയാനുള്ളത്. അതാണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ്. അനദർ മെത്തേഡ് ഓഫ് ടൈട്രേഷൻ ആണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ്. The titrometric method based on complex formation are generally referred to as complexometric methods. അതായത് കോംപ്ലക്സ് ഫോർമേഷൻ ഇൻവോൾവ് ചെയ്യുന്ന ടൈട്രേഷൻ മെത്തേഡുകളെയാണ്. കോംപ്ലക്സുകൾ എന്ന് അറിയാലോ, കോർഡിനേഷൻ കോംപ്ലക്സുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈട്രോമെട്രിക് മെത്തേഡുകളെയാണ് നമ്മൾ കോംപ്ലക്സോമെട്രിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. Complexometric titrations are those which generally involve titration of a cation with suitable chelating agents അല്ലെങ്കിൽ chelating agents. അപ്പൊ എന്താണ് ഒരു കാറ്റിയോണിനെയാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. ഒരു മെറ്റൽ അയോണിനെ, ഇപ്പോൾ Ca2+, കാൽഷ്യത്തിനെ അല്ലെങ്കിൽ മഗ്നീഷ്യം, സിങ്ക് പോലുള്ള മെറ്റൽ അയോൺസിനെയാണ് നമ്മൾ ടൈട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചീലേറ്റിംഗ് ഏജന്റ് വെച്ച് കാറ്റിയോൺസിനെ ടൈട്രേറ്റ് ചെയ്യുന്ന മെത്തേഡുകളെയാണ് നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. ചീലേറ്റിംഗ് ലിഗാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് EDTA അല്ലെ. EDTA പോലുള്ള കോംപ്ലക്സുകൾ ചീലേറ്റ്, അതായത് ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ലിഗാൻഡുകളാണ് നമ്മൾ ചീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് മൾട്ടി ഡെൻഡേറ്റ് ലിഗാൻഡുകളായിരിക്കും. ഒന്നിൽ കൂടുതൽ ഡോണർ സൈറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ലിഗാൻഡുകളാണ് ആര് ചീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചീലേറ്റിംഗ് ലിഗാൻഡ്സിനെ യൂസ് ചെയ്തിട്ട് കാറ്റിയോൺസിനെ ടൈട്രേറ്റ് ചെയ്യുക. Ca2+, Mg2+, Zn2+ പോലുള്ള കാറ്റിയോൺസിനെ ടൈട്രേറ്റ് ചെയ്യുന്ന മെത്തേഡിനാണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. ചീലേറ്റിംഗ് ഏജന്റ്സ് ആർ മൾട്ടി ഡെൻഡേറ്റ് ലിഗാൻഡ്സ്. They are producing a cyclic complex with a methyl ion. ഞാൻ നേരത്തെ പറഞ്ഞു, ചീലേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? മൾട്ടി ഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. ഒന്നിൽ കൂടുതൽ ഡെൻസിറ്റി ഒന്നിൽ കൂടുതലായിരിക്കും. അതായത് അവർക്ക് ഒന്നിലധികം ഡോണർ സൈറ്റുകൾ വെച്ചിട്ട് മെറ്റൽ അയോൺസുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. ദേ ആർ പ്രൊഡ്യൂസിങ് എ സൈക്ലിക് കോംപ്ലക്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് സൈക്ലിക് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റും. മെറ്റൽ അയോൺ ആയിട്ട് സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റും. ചീലേറ്റിംഗ് ഏജന്റ്സ് മേ ബി ടെട്രാഡെൻഡേറ്റ് ഫോർ ഡോണർ സൈറ്റ്. അതായത് ഒരുപാട് ചീലേറ്റിംഗ് ഏജൻസികൾ ഉണ്ട്. ടെട്രാഡെൻഡേറ്റ് ആവാം, അതായത് 4 ഡോണർ സൈറ്റുകളുള്ള ടെട്രാഡെൻഡേറ്റ് ആയിട്ടുള്ള ചീലേറ്റിംഗ് ലിഗാൻഡ്സ് ആയിരിക്കാം. ഓർ ഹെക്സാഡെൻഡേറ്റ് 6 ഡോണർ സൈറ്റുകൾ, 6 ഡോണർ സൈറ്റുകളുള്ള ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. And they react with the metal ion to form 1:1 complexes, so they provide sharp end points. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ചീലേറ്റിംഗ് ലിഗാൻഡ്സ് നമ്മളുടെ മെറ്റൽ അയോൺ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 1:1 പ്രൊപ്പോർഷനിൽ കോംപ്ലക്സുകൾ ഫോം ചെയ്യും. ആ ഫോം ചെയ്യുമ്പോൾ അവിടെ എന്താണ് എൻഡ് പോയിന്റ് ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും. The most used chelating agent is ethylene diamine tetraacetic acid or EDTA. നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചീലേറ്റിംഗ് ലിഗാൻഡ് ആണ് EDTA എന്ന് പറയുന്നത്. എത്തിലിൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്നാണ് അതിന്റെ കംപ്ലീറ്റ് നെയിം എന്ന് പറയുന്നത്. It is a hexadentate ligand, 6 donor sites, 2 nitrogen and 4 carbonyl oxygen. അപ്പോൾ ഇവിടെ എന്താണ്, ഇതാണ് ഒരു EDTA സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ പേരെന്താണ്? എത്തിലിൻ ഡയമീൻ ടെട്രാഅസറ്റിക് ആസിഡ് ആണ്. ഇവിടെ 6 ഡോണർ സൈറ്റുകൾ ഉണ്ട്. 6 ഡോണർ സൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിതാ ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിലെ ഒരു ഓക്സിജൻ, ദെൻ ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, അങ്ങനെ 4 കാർബണിൽ ഓക്സിജനുകളും പിന്നെ 2 നൈട്രജൻസ്. കണ്ടോ, ഇവിടെ എത്തിലിൻ ഡയമീൻ ഗ്രൂപ്പിലുള്ള 2 നൈട്രജനും 4 കാർബണിൽ ഓക്സിജനും കൂടി 6 ഡോണർ സൈറ്റുകളാണ് ഒരു EDTA മോളിക്യൂളിന് ഉണ്ടായിരിക്കുക. അങ്ങനെ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആയിട്ട് അത് പ്രവർത്തിക്കുന്നു. Then fully deprotonated tetra-negative EDTA Y4- is forming complexes with various metal ions. EDTA എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൽ നിന്നും എന്താണ്, അതിലുള്ള 4 കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുകളിൽ നിന്നും എല്ലാ ഹൈഡ്രജനും റിമൂവ് ചെയ്തതിന്റെ ശേഷം ടെട്രാ നെഗറ്റീവ് ആറ്റം ആയതിന്റെ ശേഷം, അതായത് ഇവിടെ കണ്ടോ, ഇവിടുന്ന് ഒരു H+നെ റിമൂവ് ചെയ്തു, ഇവിടുന്ന് ഒരു H+നെ റിമൂവ് ചെയ്തു, ഇവിടുന്ന് റിമൂവ് ചെയ്തു, ഇവിടെ റിമൂവ് ചെയ്തു, അങ്ങനെ 4 H+കളെ റിമൂവ് ചെയ്തതിന്റെ ശേഷം ടെട്രാ നെഗറ്റീവ് Y4- എന്ന് പറഞ്ഞാൽ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പൽ ആണ് കേട്ടോ. അപ്പൊ എന്താണ്, അത് ടെട്രാ നെഗറ്റീവ് EDTA ആയതിന്റെ ശേഷമാണ് നമ്മളെ മെറ്റൽ അയോണുകളായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുക. അപ്പൊ എന്താണ്, EDTA അതിന്റെ 4 ഹൈഡ്രജൻസിനെ, കാർബോക്സിലിക് ഹൈഡ്രജൻസിനെ റിമൂവ് ചെയ്തതിന് ശേഷം ടെട്രാ നെഗറ്റീവ് കംപ്ലീറ്റ്ലി ഡീപ്രോട്ടോണേറ്റഡ് അല്ല, എല്ലാ പ്രോട്ടോൺസിനും ഡീപ്രോട്ടോണേറ്റ് ചെയ്തതിന് ശേഷം, റിമൂവ് ചെയ്തതിന് ശേഷം ടെട്രാ നെഗറ്റീവ് ആയിട്ടുള്ള ശേഷമാണ് ഇത്
കോംപ്ലക്സ് ഫോം ചെയ്യാം. മെറ്റൽ അയോൺസുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യാം. ദാറ്റ് ഈസ് Mn പ്ലസ്. Mn പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാറ്റിയോൺ അല്ലെ? ഒരു മെറ്റൽ ആണ്. മെറ്റൽ N പ്ലസ് എന്ന് പറഞ്ഞാൽ N ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള കാറ്റിയോൺ ആണ് എന്ത്? Mn പ്ലസ് എന്ന് പറയുന്നത്. മെറ്റൽ ആണ്. പ്ലസ് Y4 മൈനസ്. Y4 മൈനസ് എന്ന് പറയുന്നത് ടെട്രാ നെഗറ്റീവ് EDTA പ്ലസുകളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കിട്ടുന്ന Y4 മൈനസ് റിവേഴ്സിബിളി ഗീവ്സ് My N മൈനസ് 1 N മൈനസ് 4 പ്ലസ്. അതായത് അങ്ങനെയാണല്ലോ സ്ട്രക്ചർ വരിക. N ന്ന് -4. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ Ag പ്ലസും Y4 മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള EDTA ഡീപ്രോട്ടൺ സ്റ്റേറ്റിലുള്ള Y4 മൈനസും തമ്മിലൊരു കോംപ്ലക്സ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Ag ഇത് 1 ആണല്ലോ, ഇത് -4 ആണ്. അപ്പം 1 - 4 ദാറ്റ് ഈസ് -3 അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുക. AgY3 മൈനസ്. തന്നെ ഒരു അലൂമിനിയം ആയിട്ടാണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ Al 3 പ്ലസും Y4 മൈനസും ഗീവ്സ് 3 - 4 -1 ആയിരിക്കും. ദാറ്റ് ഈസ് AlY മൈനസ്. ഇങ്ങനെയാണ് എന്ത് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. EDTA മെറ്റലുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് രീതികളാണ് പറഞ്ഞിട്ടുള്ളത്. Then a suitable complexometric indicator, also called a metal ion indicator or metallochromic indicator, like eriochrome black tea, neuroxide or calmagite is used. And ഇവിടെ നമ്മൾ എന്താണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിൽ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുണ്ട്. ആ ഇൻഡിക്കേറ്ററിന് നമ്മൾ എന്തൊക്കെ പേരുകൾ വിളിക്കാം? കോംപ്ലക്സോമെട്രിക് ഇൻഡിക്കേറ്റർ എന്ന് പറയാം, മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ എന്ന് പറയാം, മെറ്റലോക്രോമിക് ഇൻഡിക്കേറ്റർ എന്ന് പറയാം. ഇതൊക്കെ എന്താണ് അതിന്റെ ഡിഫറെന്റ് പേരുകളാണ്. അത് ഇൻഡിക്കേറ്ററിന് കുറച്ച് എക്സാമ്പിളുകളാണ് എന്ത്? എരിയോക്രോം ബ്ലാക്ക് ടീ, മ്യൂറോക്സൈഡ്, കാൽമഗൈറ്റ്. ഇപ്പൊ എരിയോക്രോം ബ്ലാക്ക് ടീ, മ്യൂറോക്സൈഡ്, കാൽമഗൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കോംപ്ലക്സോമെട്രിക് ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിളുകളാണ്. It initially combines with the metal ion to form intensely colored complex under the pH conditions. Then it returns to the uncomplexed form near the equivalence point, producing a relatively observable color change. അപ്പൊ നമ്മൾ ഇത് ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മെറ്റൽ അയോൺ അടങ്ങിയിട്ടുള്ള അനലൈറ്റ് സൊല്യൂഷൻ നമ്മൾ എടുക്കും. അതിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ ഈ ഇൻഡിക്കേറ്ററും നമ്മളുടെ മെറ്റൽ അയോണുകളും തമ്മിൽ ആദ്യം ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതായത് നമ്മൾ EDT ഉപയോഗിക്കുന്നതിന് മുമ്പേ, ടൈട്രേഷൻ നടത്തുന്നതിന് മുമ്പേ നമ്മളുടെ റിയാക്ഷൻ മിക്സ്ചറിലേക്ക്, അതായത് നമ്മളുടെ മെറ്റൽ അയോൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള റിയാക്ഷൻ മിക്സ്ചറിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ആൻഡ് ഈ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സിന് ഇന്റൻസ് കളർ ആയിരിക്കും. നല്ല ഡാർക്ക് കളർ ആയിരിക്കും. ഇന്റൻസ്ലി കളർഡ് ആയിരിക്കും മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ്. ദെൻ ഇതിലേക്ക് നമ്മൾ EDTA ആഡ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സിൽ നിന്നും ഇൻഡിക്കേറ്ററുകളെ EDTA വന്നിട്ട് റീപ്ലേസ് ചെയ്യും. അതായത് ഇൻഡിക്കേറ്ററിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ EDTA വരും. അടുത്ത ഒരു EDTA ആഡ് ചെയ്യുമ്പോൾ വേറൊരു മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സിനും ഇൻഡിക്കേറ്ററിനെ ഒഴിവാക്കിയിട്ട് അവിടെ എന്താണ് EDTA കയറി വരും. അങ്ങനെ എന്താണ് ലാസ്റ്റ് എൻഡ് പോയിന്റിൽ എത്തുമ്പോൾ എല്ലാ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സുകളൊക്കെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? മെറ്റൽ EDTA കോംപ്ലക്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സിനാണ് ഇന്റൻസ് കളർ ഉള്ളത്. അതൊക്കെ മാറിയിട്ട് മെറ്റൽ EDTA ആയിട്ട് മാറുമ്പോൾ അവിടെ കളർ ചേഞ്ച് കാണിക്കും. അതായത് മെറ്റൽ ഇൻഡിക്കേറ്ററിന്റെ കളർ മാറിയിട്ട് വേറെ കളറായിട്ട് മാറും. മെറ്റൽ EDTA കളറായിട്ട് മാറും. അതാണ് നമ്മുടെ ഇക്വലൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ Mg2 plus or Zn2 plus buffered to pH 10 using ammonium chloride and ammonium hydroxide can be titrated with EDTA using eriochrome black tea as the indicator. Here the endpoint is indicated by a color change from wine red to blue. നമുക്ക് എന്താണ് Mg2 പ്ലസ് Zn2 പ്ലസ് പോലുള്ള കാറ്റയോൺസിനെ നമുക്ക് എന്താണ് EDTA യൂസ് ചെയ്തിട്ട് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിലൂടെ ടൈട്രേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എരിയോക്രോം ബ്ലാക്ക് ടീ ആയിരിക്കും. ഈ എരിയോക്രോം ബ്ലാക്ക് ടീ ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്ന ലൈം സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ മെറ്റൽ എരിയോക്രോം ബ്ലാക്ക് ടീ തമ്മിലുള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതിന് നല്ലൊരു കളർ ആയിരിക്കും. അതായത് അതിനൊരു വൈൻ റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അതിലേക്ക് EDTA ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ടൈട്രേഷൻസ് നടത്തുന്ന സമയത്ത് EDTA ആഡ് ചെയ്യുമ്പോൾ മെറ്റൽ EDTA കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ അവിടെ കളർ ചേഞ്ച് ഫ്രം വൈൻ റെഡ് ടു ബ്ലൂ ആയിരിക്കും. അതായത് ബ്ലൂ കളറിലേക്ക് ചേഞ്ച്. അപ്പൊ ഇങ്ങനെയാണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് നടത്തുന്നത്. അപ്പൊ ആദ്യം ഒരു മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സിന് വൈൻ റെഡ് കളർ ആയിരിക്കും. അതിലേക്ക് നമ്മൾ EDTA ആഡ് ചെയ്യുന്ന സമയത്ത് മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സുകളെ റീപ്ലേസ് ചെയ്തിട്ട് മെറ്റൽ EDTA കോംപ്ലക്സുകൾ ഫോം ചെയ്യും. അങ്ങനെ മെറ്റൽ ഇൻഡിക്കേറ്ററുകളൊക്കെ യൂസ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് കാണിക്കും വൈൻ റെഡിൽ നിന്നും ബ്ലൂവിലേക്ക്. ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് നടത്തുന്നത്. ദെൻ കോംപ്ലക്സോമെട്രിക് ഇൻഡിക്കേറ്റേഴ്സ്.
In a complexometric titration, the end point is generally detected visually by the use of a metal ion sensitive substance that respond to the presence or absence of metal ions by means of exhibiting different colors. Such a substance is called metal ion indicator or metallochromic indicator or complexometric indicator. അതായത് നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിൽ എന്താണ് മെറ്റൽ അയോണിന്റെ പ്രസൻസിനെയോ അല്ലെങ്കിൽ മെറ്റൽ അയോണിന്റെ ആബ്സെൻസിനെയോടോ റെസ്പോണ്ട് ചെയ്യുന്ന ചില സബ്സ്റ്റൻസുകൾ ഉണ്ട്. ആ സബ്സ്റ്റൻസുകളൊക്കെയാണ് നമ്മൾ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ഡിഫറെന്റ് കളേഴ്സ്, അതായത് മെറ്റലിന്റെ പ്രസൻസിൽ ഒരു കളറും മെറ്റലിന്റെ ആബ്സെൻസിൽ വേറൊരു കളറും ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്ത് അതിനൊരു ഇന്റൻസ് കളർ ആയിരിക്കും. അതിൽ നിന്നും എന്താണ് മെറ്റൽസിനെ മാറ്റിയിട്ട് EDTA വന്നിരിക്കുമ്പോൾ, അതായത് അൺകോംപ്ലക്സ്ഡ് ഫോമിലേക്ക് വരുമ്പോൾ അതിനെന്തായിരിക്കും വേറെ കളർ കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഉള്ള കോംപ്ലക്സുകളെയാണ് അല്ലെങ്കിൽ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ കോംപ്ലക്സോമെട്രിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആക്ഷൻ ഓഫ് മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ. ആക്ഷൻ ഓഫ് മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. When a small quantity of the indicator solution is added to the metal ion solution, it forms metal ion indicator chelate having intense color. നമ്മളൊരു മെറ്റൽ അയോൺ സൊല്യൂഷനിലേക്ക് കുറച്ച് എന്താണ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്ററും മെറ്റലും കൂടി കമ്പൈൻ ചെയ്തിട്ട് കോംപ്ലക്സ് ചെയ്തിട്ട് എന്താണ് ഒരു മെറ്റൽ അയോൺ കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു മെറ്റൽ അയോൺ കീലേറ്റ് ഫോം ചെയ്യും. ആ മെറ്റൽ അയോൺ കോംപ്ലക്സിന് ഇന്റൻസ് കളർ ആയിരിക്കും. ദാറ്റ് ഈസ് given in the equation. M plus M എന്ന് പറയുന്നത് മെറ്റൽ, അതിലേക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഒരു മെറ്റൽ അയോൺ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. As EDTA is gradually added to the above system, it first reacts rapidly with the free metal ions to form metal EDTA complex because the metal indicator complex is less stable than the metal EDTA complex. അപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു മെറ്റൽ ഇൻഡിക്കേറ്റർ ഫോം ചെയ്തിരിക്കുന്ന ആ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് നമ്മൾ EDTA ടൈട്രേഷൻ, നമ്മൾ ബ്യൂററ്റിൽ എന്താണ് EDTA എടുത്തിട്ടുണ്ടാവും, ബ്യൂററ്റിൽ നിന്ന് എന്താണ് EDTA ആഡ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സുകളിൽ നിന്നും ഇൻഡിക്കേറ്ററുകളെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ EDTA കയറി വരും. അങ്ങനെ എന്താണ് ഓരോ EDTA-കളും ഓരോ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സുകളെ റീപ്ലേസ് ചെയ്ത് നമ്മളുടെ റിയാക്ഷൻ മിക്സ്ചറിൽ എന്താണ് ഇൻഡിക്കേറ്റർ മെറ്റൽ കോംപ്ലക്സുകൾ ഇല്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ആ ഇന്റൻസ് കളർ, മെറ്റൽ ഇൻഡിക്കേറ്ററിനായിരുന്നു ഇന്റൻസ് കളർ ഉണ്ടായിരുന്നത്, അതിനൊക്കെ മാറ്റിയിട്ട് മെറ്റൽ EDTA വരുമ്പോൾ എന്താണ് ആ ഇന്റൻസ് കളർ മാറിയിട്ട് വേറൊരു കളറിലേക്ക് സൊല്യൂഷൻ മാറും. ദറ്റ് ഈസ് മെറ്റൽ ഇൻഡിക്കേറ്റർ പ്ലസ് EDTA gives മെറ്റൽ EDTA പ്ലസ് ഇൻഡിക്കേറ്റർ. കണ്ടോ, ഈ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സിൽ നിന്നും ഇൻഡിക്കേറ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് കയറി വന്നു, EDTA കയറി വന്നു. അതിന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്താണ് ഫ്രീ ആയിട്ട് മാറും. The equivalence point is therefore indicated by a change of color from that of the metal indicator complex to that of the free indicator species. അപ്പോൾ മെറ്റൽ ഇൻഡിക്കേറ്ററിന്റെ കളർ മാറിയിട്ട് ഫ്രീ ഇൻഡിക്കേറ്ററിന്റെ കളറിലേക്കായിരിക്കും ആ റിയാക്ഷൻ മിക്സ്ചറിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ചീലേറ്റിംഗ് ലിഗാൻഡുകൾ അല്ലെങ്കിൽ ചീലേറ്റിംഗ് ഏജൻസി യൂസ് ചെയ്തിട്ട് മെറ്റൽ അയോൺ സൊല്യൂഷൻസിനെ ടൈട്രേറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് ചീലേറ്റിംഗ് കോംപ്ലക്സ് ലിഗാൻഡ് എന്ന് പറയുന്നത് EDTA ആണ്, എത്തിലീൻ ഡൈഅമീൻ ടെട്രാസിറ്റിക് ആസിഡ്. അത് കംപ്ലീറ്റ്ലി ഡീപ്രോട്ടോണേറ്റഡ് അവസ്ഥയിൽ ടെട്രാ നെഗറ്റീവ് അയോൺ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ മെറ്റൽ അയോൺ ആയിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുക. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററുകളാണ് മെറ്റൽ കോംപ്ലക്സോമെട്രിക് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മെറ്റലോക്രോമിക് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മെറ്റൽ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയുന്നത്. അത് എരിയോക്രോം, ബ്ലാക്ക് ടി, മ്യൂറോക്സൈഡ്, കാൽമഗൈറ്റ് പോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും, അതിലേക്ക് EDTA അതിനൊരു ഇന്റൻസ് കളർ ആയിരിക്കും. then അതിലേക്ക് EDTA ആഡ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ അയോൺസ് എന്തായിരിക്കും അതിൽ നിന്ന് ഫ്രീ ആകുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററിന്റെ കളർ ആയിരിക്കും കാണിക്കുക. അങ്ങനെ മെറ്റൽ ഇൻഡിക്കേറ്ററിന്റെ കളറിൽ നിന്നും ഫ്രീ ഇൻഡിക്കേറ്ററിന്റെ കളറിലേക്കായിരിക്കും കളർ ചേഞ്ച് കാണിക്കുന്നത്. ഇത്രയാണ് നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡബിൾ ബ്യൂററ്റ് മെത്തേഡിനെ കുറിച്ചിട്ടാണ്. അത് നമ്മൾ ഇപ്പോൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബ്യൂററ്റ് മെത്തേഡ് ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും ലാബിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ അനലൈസ് സൊല്യൂഷനെ നമ്മൾ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മേക്കപ്പ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്നും ഒരു 20 ml എന്താണ് പിപ്പറ്റ് ചെയ്തിട്ടില്ലേ, മൗത്ത് പിപ്പറ്റ് ചെയ്തതിന്റെ ശേഷം കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്തിട്ട് അതെന്താണ് ബ്യൂററ്റിൽ നിന്നുള്ള ഒരു
റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എന്താണ് ടൈട്രേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ സാധാരണയായിട്ട് ലാബുകളിൽ യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഈ അനലൈറ്റ് സൊല്യൂഷനെയും അതേപോലെ തന്നെ ഇപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റോ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റോ ആസിഡോ ആൽക്കലിയോ എന്തായാലും എന്താണ് മറ്റതിനെ അതിനെ വേറൊരു ബ്യൂററ്റിലും രണ്ടിനും ബ്യൂററ്റിൽ അനലൈറ്റ് സൊല്യൂഷനെയും ടൈട്രന്റ് എന്ന് പറയില്ലേ, ടൈട്രന്റിനെയും അനലൈറ്റ് സൊല്യൂഷനും രണ്ടിനെയും എന്താണ് ബ്യൂററ്റിൽ എടുത്തതിന് ശേഷം നമ്മൾ എന്താണ് അനലൈറ്റിൽ നിന്ന് കുറച്ചെടുക്കുക, എന്നിട്ട് ടൈട്രന്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുക. ഇങ്ങനെ രണ്ടും ബ്യൂററ്റിൽ ഉപയോഗിക്കുന്ന മെത്തേഡിനാണ് നമ്മൾ ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. Instead of conventional one burette method, in which a titration can be carried out using two burettes in an advantageous manner, in which the use of a pipette can be completely avoided. അപ്പോൾ ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ നമ്മൾ കൺവെൻഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന വൺ ബ്യൂററ്റ് മെത്തേഡിന് പകരം ബോത്ത് ടൈട്രന്റും അനലൈറ്റും എന്താണ് രണ്ടും ബ്യൂററ്റിൽ എടുത്തിട്ട് ടൈട്രേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ രണ്ട് ബ്യൂററ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള അഡ്വാൻറ്റേജിയസ് മാനറിൽ ടൈട്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പിപ്പറ്റ് നമുക്ക് എന്താണ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. It involves two burettes, one containing the titrant and the other containing the analyte solution. നമുക്കൊന്ന് എന്തായിരിക്കും, ഒന്ന് നമ്മൾ ടൈട്രന്റ് സാധാരണ നമ്മൾ എന്താണ് ഇപ്പോൾ കോംപ്ലക്സോമെട്രി ആണെന്നുണ്ടെങ്കിൽ EDT എടുക്കും, അയോഡോമെട്രി ആണെങ്കിൽ സോഡിയം തയോസൾഫേറ്റ് എടുക്കും, ആൽക്കലിമെട്രി ആണെന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ആൽക്കലി എടുക്കും. അങ്ങനെ എന്താണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷന് എടുക്കുന്ന ബ്യൂററ്റ് തന്നെയാണ് നമ്മൾ ടൈട്രന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഏതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണോ ടൈട്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിനെയാണ് നമ്മൾ ടൈട്രന്റ് എന്ന് പറയുന്നത്. അതിനെ എന്താണ് അതും അതേപോലെ അനലൈറ്റും നമ്മൾ ഏതിന്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതിന് രണ്ടിനും എന്താണ് ബ്യൂററ്റുകളിൽ നിറച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ in the titration of NaOH to HCl versus HCl, NaOH is taken in burette 1 and HCl is taken in the burette 2. 10 ml of the NaOH is taken from the burette 1 to a conical flask and a drop of phenolphthalein or methyl orange is added. This is titrated against HCl from the burette 2 and the end point is determined. അപ്പോൾ ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ ടൈട്രേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു NaOH വേഴ്സസ് HCl, അതായത് ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ NaOHും HClന്റെയും ടൈട്രേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ബ്യൂററ്റ് 1ൽ NaOHും ബ്യൂററ്റ് 2ൽ HClഉം ഫില്ല് ചെയ്യും. പിന്നെ നമ്മൾ ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുത്തിട്ട് അതിലേക്ക് NaOH ബ്യൂററ്റ് 1ൽ നിന്നും ഒരു 10 ml NaOH ബ്യൂററ്റ് 1ലേക്ക് എടുത്തതിന്റെ ശേഷം നമ്മൾ അതിലേക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ, ഒന്നെങ്കിൽ ഫിനോഫ്തലീൻ അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച് പോലുള്ള സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് HCl വെച്ച് ടൈട്രേറ്റ് ചെയ്തിട്ട് എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ HClഉം NaOHും കൂടി റിയാക്ട് ചെയ്തിട്ടുള്ള റിയാക്ഷൻ മിക്സ്ചർ നമ്മൾ കളയൂല. ഈ സെയിം സൊല്യൂഷനിലേക്ക് നമ്മൾ എന്തായിരിക്കും വീണ്ടും ബ്യൂററ്റ് 1ൽ നിന്നും 1 ml ഓഫ് NaOH ഇതേ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് തന്നെ 1 ml NaOH ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബ്യൂററ്റ് 2ലേക്ക് എടുത്തതിന് ശേഷം അതിൽ എന്താണ് HCl ആഡ് ചെയ്തിട്ട് വീണ്ടും ടൈട്രേറ്റ് ചെയ്യും. അപ്പോൾ കളർ ചേഞ്ച് കാണുന്നത് വരെ വീണ്ടും ടൈട്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കെമിക്കൽ ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം നമ്മൾ 10 ml NaOH എടുത്തു, അതിനെ HCl ആയിട്ട് ട്രീറ്റ് ചെയ്തു. ദെൻ ആ റിയാക്ഷൻ മിക്സ്ചർ നമ്മൾ കളയാതെ അതേ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് എഗെയിൻ NaOH എന്താണ് 1 ml എടുക്കും. 1 ml എടുക്കുമ്പോൾ എന്താണ് അത് വീണ്ടും അതിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഫിനോഫ്തലീൻ ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻഡ് പോയിന്റിൽ എന്തായിരിക്കും ഒരു പിങ്ക് കളർ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. ദെൻ ആ പിങ്ക് കളേർഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ വീണ്ടും NaOH ആഡ് ചെയ്യുമ്പോൾ എന്താണ് ആ പിങ്ക് കളർ ഡിസപ്പിയർ ചെയ്ത് പോയതിന് ശേഷം നമുക്ക് എന്താണ് വീണ്ടും പഴയ ഫോമിൽ കിട്ടും. ദെൻ നമ്മൾ ആ 1 ml ആഡ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് HCl വെച്ചിട്ട് വീണ്ടും ടൈട്രേറ്റ് ചെയ്യും. അങ്ങനെ വീണ്ടും എൻഡ് പോയിന്റ് കിട്ടും. അങ്ങനെ നമ്മൾ എന്താണ് അപ്പോൾ മൊത്തം NaOH ആദ്യം 10 എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ 1 ml കൂടി ആഡ് ചെയ്തപ്പോൾ 11 ml NaOH ആയി. എന്നിട്ട് പിന്നെ നമ്മൾ എന്താണ് വീണ്ടും 1 ml ആഡ് ചെയ്യും. അങ്ങനെ 12 ആക്കും, വീണ്ടും ടൈട്രേറ്റ് ചെയ്യും. എഗെയിൻ വീണ്ടും ഒരു 1 ml ആഡ് ചെയ്യും, വീണ്ടും ടൈട്രേറ്റ് ചെയ്യും. അങ്ങനെ എന്താണ് ഒരു 5 or 6 തവണ നമ്മൾ 1 ml വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് ടൈട്രേറ്റ് ചെയ്യും. അങ്ങനെ ടൈട്രേറ്റ് ചെയ്തതിന്റെ ശേഷം the process is repeated for 12, 13, 14, 15, etc. ml of NaOH. These values are plotted against the corresponding volume of NaOH to get a linear graph passing through the origin. അങ്ങനെ നമ്മൾ എന്താണ് ഇത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും.
അതായത് ടൈറ്റർ വാല്യൂ നമ്മൾ വോളിയം എത്ര NaOHന്റെ വോളിയം എത്ര എടുത്തോ എന്നുള്ളത് x ആക്സിസിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈറ്റർ വാല്യൂസ് y ആക്സിസിലും എടുത്തിട്ട് നമ്മൾ എന്താണ് ഒരു ഗ്രാഫ് വരയ്ക്കും. അപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും നമുക്ക് ഏത് NaOHന്റെ ഏതൊരു ഡെഫിനിറ്റ് ഒരു പർട്ടിക്കുലർ വോളിയത്തിന് NaOHന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈറ്റർ വാല്യൂ നമുക്ക് എന്താണ് ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടൈട്രേഷൻസ് നടത്തുന്നത്. ആൻഡ് ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. ദ യൂസ് ഓഫ് പിപ്പറ്റ് ഈസ് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് സോ ദാറ്റ് ദ മൗത്ത് പിപ്പറ്റിംഗ് ക്യാൻ ബി കംപ്ലീറ്റ്ലി അവോയ്ഡഡ്. അപ്പോൾ എന്താണ് നമ്മൾ പിപ്പറ്റ് യൂസ് ചെയ്യണേ ഇല്ല, അതുകൊണ്ട് തന്നെ മൗത്ത് പിപ്പറ്റിംഗ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ചിലപ്പോൾ എന്താണ് നമ്മൾ പിപ്പറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് എന്താണ് വായിലേക്ക് ഈ കെമിക്കലൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് മൗത്ത് പിപ്പറ്റിംഗ് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ദെൻ ഇറ്റ് സേവ്സ് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് കെമിക്കൽസ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം എടുക്കുന്ന റിയാക്ഷൻ മിക്സ്ചറിലേക്ക് നമ്മൾ HCl ആഡ് ചെയ്ത് എൻഡ് പോയിന്റ് കണ്ടതിന് ശേഷം നമ്മൾ ആ റിയാക്ഷൻ മിക്സ്ചറിനെ ഒഴിവാക്കണില്ല, അതിലേക്ക് തന്നെയാണ് പിന്നെ NaOH ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കെമിക്കൽസിന്റെ എന്താണ് കെമിക്കൽസിനെ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ എമൗണ്ട് വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സിൻസ് ജസ്റ്റ് 1 drop of indicator is sufficient in double burette method, we can even use costly. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒറ്റ പ്രാവശ്യമാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത്. സിംഗിൾ ഡ്രോപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കോസ്റ്റ്ലി ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാൽ നമ്മുടെ വേസ്റ്റേജ് വരുന്നില്ല. കാരണം ഓരോ സ്റ്റേജിലും നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ്ലി ഇൻഡിക്കേറ്ററും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇൻഡിക്കേറ്ററും നമുക്ക് എന്താണ് സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം. സമയം എന്താണ് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിൻസ് ദ മെത്തേഡ് ഈസ് ഗ്രാഫിക്കൽ മോർ ആക്യുറേറ്റ് റിസൾട്ട്സ് ആർ ഒബ്റ്റൈൻഡ്. നമ്മൾ എന്താണ് ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു എന്താണ് ഒരു കണ്ടുപിടിക്കാൻ നമുക്കൊരു പർട്ടിക്കുലർ വോളിയം ഓഫ് NaOHന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടൈറ്റർ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഗ്രാഫിക്കൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ. അതന്നെ ഇത് കൂടുതലായിട്ടും എന്തായിരിക്കും ആക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും തരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് എന്ത് ഡബിൾ ബ്യൂററ്റ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് വോളിമെട്രിക് പ്രിൻസിപ്പിൾസ് ഇൻ ദ സെപ്പറേഷൻ ഓഫ് കാറ്റിയോൺസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോലിബിലിറ്റി, പ്രൊഡക്റ്റ്, കോമൺ അയോൺ ഇഫക്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.